രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയുടെ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലായി ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ആ പിതാവ് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പുത്രനായ ദൈവത്തിലൂടെ പ്രവർത്തിച്ചത് എന്ന് അനുസ്മരിക്കുവാനുമുള്ള നിമിഷങ്ങളാണിത്. പ്രിയമുള്ളവരെ, പുത്രനായ ദൈവം പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവത്തെയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. തൻ്റെ പ്രബോധനങ്ങളിലും തൻ്റെ സമീപനങ്ങളിലുമെല്ലാം ആ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി ഞങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ വലിയ ദൗത്യം ഏൽപ്പിച്ചതിന് ശേഷം ആ ദൗത്യവുമായി ശിഷ്യന്മാർ പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം കർത്താവ് തങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം വളരെ മനോഹരമായി തന്നെ അവർക്ക് ചെയ്യുവാൻ സാധിച്ചു. പുത്രനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് തങ്ങളുടെ ഗുരു എപ്രകാരമാണോ തങ്ങളോട് കൽപ്പിച്ചത് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ ആഗ്രഹിച്ചതിനും വലിയ ഉത്തരമാണ് അവർക്ക് ലഭിക്കുന്നത്. അവരിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് തന്നെ ഒത്തിരിയേറെ ആവേശമായി. കാരണം തങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, തങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ചെയ്യുവാൻ തങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അവർ കർത്താവ് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി കർത്താവിനോട് വളരെ ആവേശപൂർവ്വം ഞങ്ങൾ ചെയ്തത് എന്താണ്, ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണ് എന്നെല്ലാം യേശുവിനെ വിവരിച്ച് കേൾപ്പിക്കുക. കാരണം അവർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. പുത്രനായ ദൈവം അവരെ അപ്പോസ്തലന്മാർ എന്ന ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവരെ അയക്കുകയാണ് വലിയൊരു ദൗത്യവുമായി. അതും യേശുനാഥൻ ഈ ലോകത്ത് പ്രവർത്തിച്ച അതേ ദൗത്യങ്ങൾ തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പുത്രനായ ദൈവം എപ്രകാരമാണ് തൻ്റെ ശിഷ്യന്മാരെ ഏറ്റെടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അവൻ പ്രവർത്തിച്ച അതേ ദൗത്യങ്ങൾ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഗുരു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇതുപോലെയെല്ലാം ചെയ്തു. അങ്ങനെ ആവേശപൂർവ്വം ചെയ്യുന്നതിനിടയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയി എന്നുള്ളതായിരുന്നു സത്യം. കാരണം ഇവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അനേകം ആളുകൾ ഇടവിടാതെ അവരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു. ശിഷ്യന്മാർക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയില്ല. കാരണം അത് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ വെറും നിസ്സാരനാണ് എന്ന് വിചാരിച്ചെങ്കിൽ
ഇതാ മറ്റൊരു അവസ്ഥയിലേക്ക് കർത്താവ് അവരെ എത്തിച്ചിരിക്കുന്നു. അവരുടെ അടുക്കലേക്ക് ആളുകൾ തിങ്ങി നിരക്കി വരികയാണ്. ഇടവിടാതെ അവരെല്ലാവരും ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതെല്ലാം കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ പ്രിയമുള്ളവരെ, അവർക്കും ഒത്തിരിയേറെ സന്തോഷമായി. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അവർ എത്രമാത്രം തളർന്നിട്ടുണ്ടെന്ന് മനുഷ്യനായി അവതരിച്ച ആ പുത്രനായ ദൈവത്തിന് മനസ്സിലായി. കാരണം നമ്മൾ ഒരുവനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നവനാണ് യേശുനാഥൻ. തൻ്റെ ജീവിതത്തിൽ ഉടനീളം മനുഷ്യൻ എപ്രകാരമാണോ ജീവിച്ചത് ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ തളർച്ച എന്താണ്, ക്ഷീണം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. തൻ്റെ ജീവിതത്തിലും കർത്താവ് ആ തളർച്ച അനുഭവിച്ചിട്ടുള്ളതാണ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് തളർന്ന് വഞ്ചിയെ തലവെച്ച് ഉറങ്ങുന്ന ഒരു രംഗം അവിടെ വിവരിക്കുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും ആ കിണറ്റിൻ്റെ കരയിൽ വന്ന് തളർന്നിരിക്കുന്ന കർത്താവിനെ വളരെ മനോഹരമായി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവപുത്രൻ എപ്രകാരമാണ് മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. അവൻ തന്നെ പൂർണ്ണമായും വിട്ടു നൽകുകയാണ് ചെയ്തത്. പിതാവായ ദൈവം എന്താണോ ആഗ്രഹിച്ചത് അത് തൻ്റെ ജീവിതത്തിലൂടെ നിറവേറണം. അതിന് തൻ്റെ ദൈവത്വം ഒരു കാരണമായിട്ട് മാറാൻ പാടില്ല, ഒരു തടസ്സമായിട്ട് മാറാൻ പാടില്ല. അതാഗ്രഹിച്ചുകൊണ്ട് തന്നെ പൂർണ്ണനായി ഒരു മനുഷ്യനെ പോലെ തന്നെ കർത്താവ് നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മൾ അനുഭവിച്ച എല്ലാം അവനും ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ തളർച്ച കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, അല്പസമയം നമുക്ക് വിശ്രമിക്കാം. അങ്ങനെ ഒരു വിജന സ്ഥലത്തേക്ക് വിശ്രമിക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയ ശിഷ്യന്മാരും ഒപ്പം കർത്താവ് കടന്നു പോവുകയാണ്. എന്നാൽ അവർ പോകുന്ന യാത്രയിൽ തന്നെ ആ പോകുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ അവിടെയുള്ള ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇതുപോലെ പ്രവർത്തിച്ചവൻ, ഇതുപോലെ പഠിപ്പിച്ചവൻ, ഇതുപോലെ അവരുടെ ഇടയിൽ ഇറങ്ങി നടന്നവൻ, ഇതുപോലെ അവൻ്റെ ഒരുവനായിട്ട് മാറിയവൻ അവരുടെ മുമ്പിൽ വേറെ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനോടൊപ്പമായിരിക്കുക എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. കർത്താവിനോടൊപ്പമായിരിക്കുക, ഒന്ന് ചുമ്മാ വെറുതെ കർത്താവിനോടൊപ്പം സഞ്ചരിക്കുക. കർത്താവിൻ്റെ നാവിൽ നിന്ന് ഉതിരുന്ന ഓരോ വചനങ്ങളും ഒത്തിരിയേറെ ആവേശപൂർവ്വമാണ് അവരോരുത്തരും ഏറ്റെടുത്തിരുന്നത്. കാരണം തങ്ങളുടെ ഗുരുക്കന്മാരെ പോലെ ഒന്നുമല്ല, വളരെ അധികാരമുള്ളവനെ പോലെയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. അതുമല്ല, സത്യം തന്നെയായ കർത്താവ് ആ സത്യത്തിൻ്റെ നിറവിൽ നിന്നാണ് അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകൾ തന്നെ അവരെ ഓരോരുത്തരെയും ഒത്തിരിയേറെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇതാ തൻ്റെ പ്രിയ ശിഷ്യന്മാരിലൂടെയും യേശുനാഥൻ അത്ഭുതകരമായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം തൻ്റെ ശിഷ്യന്മാരിലേക്കും പകർന്നു നൽകിക്കൊണ്ട് കർത്താവ് കുറച്ചുകൂടി സുഗമമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ദൈവരാജ്യ പ്രവേശനം. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി തൻ്റെ ശിഷ്യന്മാരെയും ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഇതെല്ലാം തിരിച്ചറിയുന്ന ആ ജനം കരയിലൂടെ ഓടി അവരുടെ അടുക്കലെത്തി എന്നാണ് പറയുക. ഇവർ ഒരു വഞ്ചിയിൽ കയറിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. മറുകരയിൽ ഒരു വിജനമായ സ്ഥലം കണ്ടെത്തി അവിടെ വിശ്രമിക്കാം എന്ന പ്രതീക്ഷയിലാണ് കർത്താവും ശിഷ്യന്മാരും കടന്നു പോവുക. അവിടെ വിജനമായ സ്ഥലത്ത് പോയി ഇരുന്നതിന് ശേഷം വേണം അവർക്കൊന്ന് ഭക്ഷണം കഴിക്കുവാൻ പോലും. കാരണം തങ്ങളുടെ ശുശ്രൂഷയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. അത്രമാത്രം ആളുകൾ അവരുടെ അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് തിരിച്ചുപോയി. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടെ മറുകരയിലേക്ക് വഞ്ചിയിൽ പോകുമ്പോൾ പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. വചനം പറയുന്നു, എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു എന്നാണ് തിരുവചനം പറയുക. ഒന്ന് വിശ്രമിക്കാമെന്ന് ആഗ്രഹിച്ച് കടന്നുപോയവൻ, തൻ്റെ പ്രിയ ശിഷ്യന്മാർക്കും അല്പസമയം വിശ്രമം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിനു വേണ്ടി കൂട്ടിക്കൊണ്ടുപോയവൻ. എന്നാൽ
അവൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ആ കടന്നു പോകുന്നത് തങ്ങൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, തങ്ങൾ ഒത്തിരിയേറെ ശ്രവിച്ച ഒരു വ്യക്തിയാണ്. അവൻ്റെ ശിഷ്യന്മാരും അവനോടൊപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾക്കായി, അവൻ്റെ വചനങ്ങൾക്കായി അവർ ദാഹിച്ച് അവർ കരയിലൂടെ ഓടി അവൻ്റെ അടുത്തെത്തിയതാണ്. ആ വഞ്ചി കരയ്ക്ക് അടുക്കുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ അടുക്കിലേക്ക് അവർക്ക് ഓടി എത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്പീഡിലായിരിക്കും അവർ ഓടിയിട്ടുണ്ടാവുക, എത്രമാത്രം ആഗ്രഹത്തോടെയായിരിക്കും, എത്രമാത്രം തീഷ്ണതയോടെയായിരിക്കും അവർ കർത്താവിനെ സമീപിച്ചിട്ടുണ്ടായിരിക്കുക. അതെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കണം ആ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് മടുപ്പല്ല തോന്നുന്നത്, മറിച്ച് അവരോട് അനുകമ്പ തോന്നി. കാരണം ഇത്രമാത്രം അവർ തൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം തീഷ്ണതയോടെ അവർ തന്നെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അവർ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി എത്രമാത്രം ദാഹിക്കുന്നു. അവർ ആഗ്രഹിച്ചത് പലപ്പോഴും അവർക്ക് ലഭിക്കാതെ പോയത് കൊണ്ടല്ലേ അവർ ഈ ഒരു ആഗ്രഹത്തോടുകൂടെ തൻ്റെ പുറകെ ഇതുപോലെ ഓടി വരുന്നത് എന്നൊരു ചിന്തയാണ് കർത്താവിലേക്ക് കടന്നു വരിക. കാരണം അവരെ വചനം പഠിപ്പിക്കുവാൻ നിയമജരുണ്ട്, അവരെ നേർവഴി കാണിച്ചു കൊടുക്കുക യഹൂദ പ്രമാണികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട്. പക്ഷേ അതൊന്നും നേരായ വിധത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കാതെ പോയപ്പോഴാണ് ഇത്രമാത്രം ദാഹത്തോടുകൂടെ അവർ യേശുവിനെ സമീപിക്കുക. സിനഗോഗുകളിൽ കൃത്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നവരാണ് യഹൂദർ. എത്ര അകലെയാണെങ്കിലും എല്ലാ വർഷവും തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് അവർ നടന്നു വന്നുകൊണ്ടിരുന്നു. യേശു ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച അതാണ്. ഔസേ പിതാവും മറിയവും യേശുവിനെയും കൂട്ടിക്കൊണ്ട് നടന്നു പോകുന്നുണ്ട്. 3 ദിവസത്തെ യാത്രയുണ്ടെന്ന് അതിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ യാത്രകളെല്ലാം നടന്ന് അവിടെ എത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച കർത്താവിന് നന്ദി പറയുവാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹത്തോടെ തീഷ്ണതയോടെ ആ ദേവാലയം ലക്ഷ്യമാക്കി അവർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ദൈവത്തിന് കൊടുത്തിരുന്ന സ്ഥാനം എത്ര വലുതായിരുന്നു എന്ന് തിരിച്ചറിയുക. അങ്ങനെ ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ഒരു ജനത്തെ സംബന്ധിച്ച് തീർച്ചയായും യേശുവിൻ്റെ വചനങ്ങൾ സന്തോഷകരമായിരുന്നു. യേശുവിൻ്റെ വചനങ്ങൾ അവരുടെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. ഇതുവരെ ആഗ്രഹിച്ചതെല്ലാം അവർക്ക് ലഭിക്കുന്ന രീതിയിലായിരുന്നു യേശുവിൻ്റെ വചനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതിനാൽ തന്നെ ആ വചനം ശ്രവിക്കുവാൻ വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. അവൻ്റെ കൂടെ ഒന്ന് ആയിരുന്നാൽ മതി, അവൻ്റെ വചനം ഒന്ന് ശ്രവിച്ചാൽ മതി, മറ്റൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് അവരുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് തുടർന്നുള്ള വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ശിഷ്യന്മാർക്ക് പോലും അവരോട് ദയ തോന്നുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം അവർ തങ്ങളുടെ കൂടെയായിരുന്നു, ഒട്ടും ഭക്ഷിച്ചിട്ടില്ല അവരും. ആ ഒരു തിരിച്ചറിവ് ശിഷ്യന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ സമീപിച്ച് പിന്നീട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവർ പറഞ്ഞയച്ചാലും അവർ എന്തെങ്കിലും പോയി വാങ്ങി കഴിക്കട്ടെ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ അവർ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത് തുടർന്നുള്ള വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ യേശുവിന് അവരോട് അനുകമ്പ തോന്നിയത് എന്തുകൊണ്ടാണ്? അവരുടെ ആ തീഷ്ണത കണ്ടിട്ടാണ്, അവരുടെ ആ ആഗ്രഹം കണ്ടിട്ടാണ്. പ്രിയമുള്ളവരെ, അതുപോലെ കർത്താവിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവിൻ്റെ ആ വചനം ഒന്ന് ശ്രവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്പസമയം കൂടുതലായി കഴിഞ്ഞാൽ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരല്ലേ നമ്മൾ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പ്രസംഗം ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്കാൾ കൂടുതൽ ആ കുർബാനയൊന്ന് നീണ്ടുപോയാൽ അസ്വസ്ഥരാകുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും? പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ ഈ വലിയ ജനക്കൂട്ടം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. അവരുടെ ആ ദാഹം കണ്ടതുകൊണ്ടാണ് കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. പിന്നെ തൻ്റെ തളർച്ചയൊന്നും നോക്കാതെ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി എന്നാണ് വചനം പറയുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ ഒരു തീഷ്ണതയുടെ ഒരംശമെങ്കിലും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് എത്രമാത്രം തളർച്ച അനുഭവപ്പെട്ടാലും ദൈവജനത്തിന് വേണ്ടി നീ അതെല്ലാം മാറ്റിവെച്ച് ഇറങ്ങിത്തിരിച്ചു. അതുപോലെ ആ ഒരു തീഷ്ണതയോടെ ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ വായിച്ച് ധ്യാനിച്ച ആ സുവിശേഷ ഭാഗത്തിലൂടെ എത്രമാത്രം തീഷ്ണതയോടെയാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പിന്നീട് ആ ദൗത്യം തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുമ്പോൾ അവരും അതേ തീഷ്ണതയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കർത്താവ് ഇന്ന് അതേ ദൗത്യം ഞങ്ങൾക്കാണ് കർത്താവ് പകർന്നു നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലും അതേ തീഷ്ണതയോടെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ട കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും